ഹമാസിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. ഹമാസിന്റെ പുതിയ സായുധ വിഭാഗം മേധാവി മുഹമ്മദ് ഓധയെ വധിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മുൻ മേധാവി ഇസുദ്ദീൻ അൽ ഹദാദ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഇയാൾ ചുമതലയേറ്റിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു ഓധെ. അന്ന് ഹമാസിന്റെ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ ആക്രമണത്തിലാണ് ഓധയെ വധിച്ചതെന്നാണ് ഇപ്പോൾ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. ആ ഒരു ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക് പറ്റി, 3 പേർ മരിച്ചു. അതേസമയം ഇയാൾ കൊല്ലപ്പെട്ടതായി ഇതുവരെ ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല. 2026 മെയ് 15 ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹമാസിന്റെ സായുധ സംഘം തലവൻ അൽ ഹദാദും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഓധെ ചുമതലയേറ്റത്. അതുകൊണ്ട് തന്നെ ഇയാളെയും തീർക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് പോയത്. എന്തായാലും പുതിയ മേധാവിയായി സ്ഥാനമേറ്റെന്ന വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഹമാസ് അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇസ്രായേലിനെ പേടിച്ചിട്ട് തന്നെയാകണം എന്നാണ് കരുതേണ്ടത്. ഒന്നാം ഇന്തിഫാദ കാലത്താണ് ഓധെ ഹമാസിന്റെ പ്രവർത്തകനായത്. ഇസ്രായേലിനെതിരെ ഫലസ്തീൻകാർ നടത്തിയ പോരാട്ടങ്ങളാണ് ഇന്തിഫാദ എന്നറിയപ്പെടുന്നത്. ആദ്യം ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ മജ്ദ് യൂണിയനിലെ അംഗമായി. പിന്നീട് ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിലും വിശകലനം ചെയ്യുന്നതിലും സമർത്ഥനായി മാറി. ഹമാസിന്റെ രഹസ്യാന്വേഷണ സംഘത്തിന്റെ തലവനായ ശേഷം ഇസ്രായേലിനെതിരായ സായുധ നീക്കങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചു. 2019 പുൽവാമയിൽ 40 ഇന്ത്യൻ ജവാന്മാരുടെ ജീവനെടുത്ത ക്രൂരമായ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാനാണിത്. ഒടുവിൽ ഇന്ത്യൻ ജനത ആഗ്രഹിച്ച ആ ശുഭവാർത്ത പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ നിന്നും എത്തിയിരിക്കുകയാണ്. അജ്ഞാതരായ അക്രമികളുടെ വെടിയേറ്റ് ചോരവാർന്ന് ഹംസ ബുർഹാൻ എന്ന കൊടും ഭീകരൻ മണ്ണടിഞ്ഞു. എന്നാൽ അയാൾ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലെ നിർണായകമായ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തന്റെ അന്ത്യം അടുത്തു എന്ന് മനസ്സിലാക്കിയതുപോലെ എപ്പോഴും മരണഭയത്തോടെ കയ്യിലൊരു തോക്കുമായി നടക്കുന്ന ബുർഹാനാണ് വീഡിയോയിലുള്ളത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ തിരയുന്ന ഈ കുറ്റവാളിക്ക് പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ഒരു കോളേജ് പ്രിൻസിപ്പലിന്റെ വ്യാജ പേര് നൽകിയാണ് സംരക്ഷിച്ചിരുന്നത്. എന്നാൽ അജ്ഞാതരുടെ വെടിയുണ്ടകളിൽ നിന്നും അയാളെ രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. മുസഫറാബാദിൽ നടന്ന ഇയാളുടെ ശവസംസ്കാര ചടങ്ങിൽ ഹിസ്ബുള്ള തലവൻ സയ്യിദ് സലാഹുദ്ദീൻ ഉൾപ്പെടെയുള്ള കൊടും ഭീകരരും പാക് ഏജന്റുകളും പങ്കെടുത്തതോടെ പാകിസ്ഥാന്റെ ഭീകരവാദ ബന്ധം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ നാണം കെട്ട് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യ തിരയുന്ന ഭീകരരെല്ലാം തന്നെ കൊല്ലപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. അതും അജ്ഞാതരാൽ തന്നെയാണ് കൊല്ലപ്പെടുന്നത്. പക്ഷെ ഇതാരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരു ഉത്തരവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.